വളരെ നല്ലൊരു സംഭവം. ഞാനൊരു അമ്മയെ ദത്തെടുത്തു. ആരോരുമില്ലാത്തൊരു കുട്ടിയെ ദത്തെടുക്കുന്ന പോലെ അത്ര എളുപ്പമായിരുന്നില്ല അത്. വിമർശനങ്ങളും ഉപദേശങ്ങളും ഒരുപാട് കേൾക്കേണ്ടി വന്നു. ഒരാളിൽ നിന്ന് പോലും എനിക്ക് അനുകൂലമായ വാക്കുകൾ ഉണ്ടായില്ല. എന്നെ സ്നേഹിക്കുന്നവരും എൻ്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്നവരുമായിരുന്നു വിമർശിച്ചവർ ഒക്കെയും. അതുകൊണ്ട് തന്നെ അവർ പറയുന്നതിലും കാര്യങ്ങളുണ്ടാകാം. പക്ഷേ ഞാൻ ഇത് ഏറെ ആലോചിച്ച ശേഷം എടുത്തൊരു തീരുമാനമാണ്. സ്വപ്നം കണ്ടതെല്ലാം നേടിയിട്ടും ഒരു അമ്മയുടെ വാത്സല്യവും സ്നേഹവും ഇന്നും ഒരു നഷ്ടബോധമായി വേട്ടയാടുന്ന അനാഥ പയ്യൻ്റെ മനസ്സിൻ്റെ വിഷമം ഞാൻ എങ്ങനെയാണ് അവരെ പറഞ്ഞു മനസ്സിലാക്കുക? അച്ഛൻ്റെയും അമ്മയുടെയും പരിലാളനങ്ങൾ ഏറ്റു വളർന്ന അവർക്ക് എൻ്റെ സങ്കടം മനസ്സിലാകുമോ? സ്കൂളിലെ മറ്റു കുട്ടികൾ അച്ഛനമ്മമാരോടൊപ്പം കളിച്ച് ചിരിച്ചു വരുന്നത് കണ്ട് കണ്ണു നിറഞ്ഞിട്ടുണ്ട്. അനാഥാലയത്തിൻ്റെ വരാന്തയിൽ ഒറ്റയ്ക്കിരുന്ന് അതോർത്ത് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും എന്നെ അച്ഛനും അമ്മയും വേണ്ടെന്ന് വെച്ചതോർത്ത് ഒരുപാട് രാത്രികളിൽ ഉറക്കമില്ലാതെ ചിന്തിച്ച് കിടന്നിട്ടുണ്ട്. നല്ലൊരു ജോലിയും വീടുമൊക്കെ സ്വപ്നം കണ്ടതിനൊപ്പം ഞാൻ ചേർത്ത് വെച്ചൊരു സ്വപ്നമായിരുന്നു എൻ്റെ അമ്മയെ കണ്ടെത്തണമെന്നത്. ഞാൻ ഒരുപാട് അന്വേഷിച്ചെങ്കിലും അത് സാധിച്ചില്ല. അങ്ങനെയാണ് ആരോരുമില്ലാത്ത ഒരു അമ്മയെ ദത്തെടുത്താലോ എന്ന ആലോചനയിലേക്ക് എത്തുന്നത്. അഭിപ്രായം ചോദിച്ചവരാരും പിന്തുണയ്ക്കാനുണ്ടായില്ല. പിന്നെ അഭിപ്രായങ്ങൾ ആരോടും ചോദിക്കാതെയായി. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെ അച്ഛനമാർക്കൊപ്പം വളർന്നവർക്ക് അവരുടെ വില എൻ്റെ അത്രയും മനസ്സിലാക്കണമെന്നില്ല. അതുകൊണ്ടാണല്ലോ ഇവിടെ വൃദ്ധസദനങ്ങൾ പെരുകുന്നത്. അങ്ങനെ ആ തീരുമാനം ഞാനായിട്ട് തന്നെ അങ്ങ് എടുത്തു. ഇതിലെ തെറ്റും ശരിയുമൊന്നും എനിക്കറിയില്ല. എനിക്കൊരു അമ്മയെ വേണമായിരുന്നു. അതുമാത്രമേ എനിക്കറിയൂ. ബാക്കിയെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുന്നു. ബാംഗ്ലൂർ സ്വദേശിയായ യുവാവ് സോഷ്യൽ മീഡിയത്തിൽ പങ്കുവച്ച കുറിപ്പ്. നല്ല തീരുമാനം മകനെ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തോടെ, ഓമന വർഗീസ്. ഒരു സ്ത്രീയെ ഭാര്യയായും കുട്ടികളുടെ അമ്മയായും കാണുന്നത് നല്ല തീരുമാനം. എന്നാൽ ഒരു സ്ത്രീയെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി സ്വന്തം സുഖത്തിനു മാത്രമായി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്കും ഈ മുകളിൽ കാണുന്ന തീരുമാനം എടുക്കാൻ സാധിക്കുകയില്ല. സാധിക്കണമെങ്കിൽ ഒരു സ്ത്രീയെ അമ്മയും പെങ്ങളുമായി കാണാനും കൂടി കഴിയണം. ഒരു സ്ത്രീയെ കാണുമ്പോഴേക്കും കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ടിലേക്ക് എന്ന മനോഭാവത്തോടെ നോക്കുന്നവർക്ക് ഒരിക്കലും ഒരു സ്ത്രീയെ അമ്മയും പെങ്ങളുമായി കാണാൻ സാധിക്കുകയില്ല. ഭാര്യയും എൻ്റെ കുട്ടികളുടെ അമ്മയും എന്ന അർത്ഥത്തിൽ ബഹുമാനിക്കുന്ന ഏതൊരു പുരുഷനും വേറൊരു സ്ത്രീയെ അമ്മയും പെങ്ങളും നല്ലൊരു ഫ്രണ്ടായി കാണാൻ സാധിക്കും. മുകളിൽ കാണുന്ന പോലെ ഒരു അമ്മയായി ജീവിതാവസാനം വരെ കാണാൻ സാധിക്കും. ആ വിശ്വാസം അമ്മയായി കാണുന്ന സ്ത്രീ തിരിച്ചും ആ മകനെ കൊടുക്കണം. പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സഹായം എല്ലാവർക്കും ഉണ്ടാകട്ടെ. കർത്താവ് നീതിമാന്മാരെ തനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കുന്നു. കോപിച്ചുകൊള്ളുക, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങൾ കിടക്കയിൽ വെച്ച് ധ്യാനിച്ച് മൗനമായിരിക്കുക. ഉചിതമായ ബലികൾ അർപ്പിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യുവിൻ.